വിഷയം അല്പം ഗൗരവമുള്ള കാര്യമാണ്. ഇവിടെ മിണ്ടാട്ടം മുട്ടിപ്പോകുന്നതും ഒന്നും മിണ്ടാനില്ലാതെ ആവുകയുമാണ് BJPക്ക്. അങ്ങനെ BJP അങ്കലാപ്പിലാവുകയാണ്. ഘടക കക്ഷികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുമ്പോൾ നായിഡുവിനെ പോലെയുള്ള മുഖ്യ കക്ഷികളെ എങ്ങനെ ഒതുക്കുമെന്നും കൂട്ടത്തിൽ പിടിച്ചു നിർത്തുമെന്നും അറിയാതെ പകച്ചു പോവുക കൂടിയാണ് മോദി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ കൂടുതൽ പിന്നോക്കാവസ്ഥ നേരിടുന്ന ഉപവിഭാഗങ്ങൾക്ക് സംവരണമാകാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പുറപ്പെടുവിച്ചത് കഴിഞ്ഞ ദിവസമാണ്. എന്നാൽ ഈ വിധിയെ ചന്ദ്രബാബു നായിഡുവിന്റെ TDP ഇരു കൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി നഖശിഖാന്തം എതിർക്കുകയാണ്. ഇതോടെയാണ് BJPക്ക് നിലപാടെടുക്കാനാവാതെ പകച്ചു നിൽക്കേണ്ടി വന്നതും നാവകത്തിടേണ്ടി വന്നതും. ബജറ്റ് അവതരണത്തിലടക്കം വാരിക്കോരി കൊടുത്തുകൊണ്ടാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രത്യേക സംസ്ഥാന പദവിയിൽ നിന്നുമൊക്കെ TDPയെയും JDUവിനെയൊക്കെ ഒന്നൊതുക്കിയത്. അതിന് പിന്നാലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ തന്നെ അതിപിന്നോക്ക സംവരണത്തിന് കൂടി സുപ്രീം കോടതി ആവശ്യപ്പെടുമ്പോൾ രണ്ടറ്റം മുട്ടിക്കാൻ BJP പെടാപ്പാട് പെടുകയാണ് കേട്ടോ. നേരത്തെ തന്നെ 1997 ആന്ധ്രാപ്രദേശിൽ പട്ടികജാതി ഉപവിഭാഗങ്ങൾക്ക് പ്രത്യേക സംവരണം അനുവദിച്ച പാർട്ടിയാണ് TDP എന്നതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് അവർ പോകില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു പൂർണ്ണ മനസ്സോടെ വിധി താൻ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷനായ ചിരാഗ് പാസ്വാൻ വിധിയെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യണമെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഒരിടത്ത് സ്വീകരിക്കുമ്പോൾ ഒരിടത്ത് വിധിക്കെതിരെ റിവ്യൂ പെറ്റീഷൻ വരെ, അതും രണ്ടും ഏതാണ്? NDAക്കകത്ത് തന്നെയുള്ള രണ്ട് ഘടക കക്ഷികൾ. ഈ രണ്ട് ഘടക കക്ഷികളുടെയും പിൻബലത്തിലാണ് മോദിയുടെ അധികാര കസേര പോലും, അഥവാ പ്രധാനമന്ത്രി കസേര പോലും. എന്തായാലും NDAക്കകത്ത് ഭിന്നാഭിപ്രായം രൂക്ഷമായി മാറുകയാണ്. പഠനത്തിലും സർക്കാർ ജോലിയിലും ഈ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന് കൂടി പറയുന്ന വിധിയിൽ പക്ഷേ BJP എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. വിധിയെ തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. ഇത്തരം ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ BJP സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുക എന്നത് ഏറെ പ്രയാസകരമായ കാര്യമാണ്. പട്ടികജാതി പട്ടികവർഗങ്ങളിലെ ഉപവിഭാഗങ്ങൾക്ക് സംവരണം നൽകണമെങ്കിൽ സർക്കാർ നിർബന്ധമായും ജാതി സെൻസസ് നടത്തേണ്ടി വരും. അതാണെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യവുമാണ്. കേന്ദ്രം തുടർച്ചയായി അതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും മോദിയും കൂട്ടരും? അതിനി വരും ദിവസങ്ങളിൽ നോക്കിക്കാണാം. എങ്ങനെ ഈ തോണി കരക്കടുപ്പിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന മോദിയാണ് തൽക്കാലം ഇപ്പോൾ കാണാൻ പറ്റുന്നത്.